സ്കാലപ്പ് ഡിസൈൻ വന്നിട്ട് ചേച്ചി എന്താ ചെയ്യാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമോ? അത് നിങ്ങളോട് ഞാൻ ഒരു വർഷം മുന്നേ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചാനലിൽ കയറിയാൽ കാണാം കേട്ടോ. ഇന്ന് ക്യാൻവാസ് വെച്ചിട്ട് സ്കാലപ്പ് നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. 3.5 ഇഞ്ച് വീതിയും 6.5 ഇഞ്ച് ഇറക്കമുള്ള നെക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലുള്ള അടപ്പനുകൾ പോയി എടുത്തിട്ട് വരാം. ഈ ബ്ലാക്ക് കളറിലെ കൊക്കോക്കോളുടെ കുപ്പി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കുമല്ലോ കേട്ടോ തയ്ക്കാനായിട്ട്. ടൈഗർ മാമിൻ്റെ ഒക്കെ ക്യാപ്പ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. മുകളിൽ നിന്നല്ല താഴെ നിന്നാണ് ഇതേപോലെ സ്കാലപ്പ് വരച്ച് തുടങ്ങേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈനിൽ മുട്ടിച്ച് ഒരു കർവ് വരച്ചതിന് ശേഷം കർവിൻ്റെ അറ്റത്തും ആ ലൈനിൽ മുട്ടിച്ചിട്ട് അടുത്തത് വരയ്ക്കാം. ആ ടിപ്പ് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ആ കർവിലും മുട്ടിക്കുക, ആ ലൈനിലും മുട്ടിക്കുക. കുറേ പേര് വരയ്ക്കാൻ അറിയാത്തവരുടെ വിഷമം മനസ്സിലാക്കാതെ കൈകൊണ്ടൊക്കെ വരയ്ക്കണുണ്ട്. ഇതേപോലെ അടപ്പനുള്ളപ്പോൾ നമ്മൾ എന്തിനാ പാടിയിരിക്കുന്നത്? ഇനി കഴുത്തിൻ്റെ വീതി നമ്മൾ 1 ഇഞ്ചല്ലേ എടുക്കാറ്. ഇതൊരു 1.5 തുടങ്ങി 2 ഇഞ്ച് വരെ ഇതേപോലെ എടുക്കാട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്കാലപ്പുകൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ മുട്ടുസൂചി കുത്തി കൊടുത്തതിന് ശേഷം വേണോട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. മുകളിൽ നിന്ന് കർവുകൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാലപ്പ് ചിലപ്പോൾ ചെറുതായി പോകും. ഇതാവുമ്പോൾ നല്ല കറക്റ്റ് സ്കാലപ്പ് തന്നെ താഴെ കിട്ടിയിട്ടുണ്ട്. ഇത്തിരി കർവ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കർവാക്കി എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ക്യാൻവാസ് ഇതേപോലെ തേച്ച് കൊടുക്കണ പോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അടപ്പ് ചെറുതാവുമ്പോൾ ചെറിയ സ്കാലപ്പായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അവിടെ ഇതേപോലെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ക്ലോത്താണ് ഈ കാണുന്നത്. അതിനും ഇതേപോലെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കുക. ഇനി 2 തുണിയുടെ നല്ല വശങ്ങൾ ഇതേപോലെ മുഖം നോക്കിയിരിക്കുന്ന രൂപത്തിൽ ഇതേപോലെ മുട്ടുസൂചികൾ കുത്തിവെച്ച് കൊടുക്കുക. ഒരു 2-3 എണ്ണമൊക്കെ സൈഡിലേക്ക് ഇതേപോലെ കുത്തിവെച്ച് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ തയ്ക്കണതിനിടയിൽ സ്കാലപ്പ് കയ്യിൽ നിന്ന് പോകും. ആകെ ഇത്തിരി മെനക്കെട്ട പണി ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ പതുക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ടൈം ലാപ്സ് ചെയ്താക്കണം. ഇതേപോലെ ഒന്നും അടിക്കാൻ പറ്റില്ല കേട്ടോ. വളരെ പതുക്കെ അടിച്ചു കൊടുത്താൽ മതി. സെൻറ്റർ ഭാഗമൊക്കെ നല്ല വൃത്തിയിൽ പ്രഷർ പൊക്കിയിട്ട് വേണം കേട്ടോ ഓരോ ഭാഗവും കർവ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് വി ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ കർവ് ചെയ്തൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓരോ കർവിൻ്റെ ഇടയിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗം നല്ല രീതിയിലൊന്ന് താത്തി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സ്കാലപ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് പോരും കേട്ടോ. നമ്മൾ കർവ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. സാധാരണ ഞാൻ പറയാറില്ലേ, ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടൊക്കെ കുത്തി കൊടുക്കണമെന്ന്. ഇത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു സ്കെയിലിൻ്റെ എഡ്ജ് വെച്ചിട്ടാണ് ഞാനൊന്ന് ചെറിയ രീതിയിൽ കർവാക്കി കൊടുക്കണത്. അപ്പം തന്നെ നമുക്ക് ചുളുക്കൊക്കെ ഒന്ന് കിട്ടൂട്ട. ഒന്ന് പരീക്ഷിച്ച് നോക്കണോട്ടെ ഈ ഐഡിയ. ഇനി ഒന്ന് അയൺ ചെയ്തും കൂടി എടുത്താൽ നമ്മുടെ സ്കാലപ്പ് നെക്ക് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്കിൻ്റെ ബാക്ക് വശം ഒരു സൂചി നൂല് ഉപയോഗിച്ച് തുന്നി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പെരുന്നാളിനും വിഷുവിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് കിട്ടിയില്ലേ? അതും വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തന്നില്ലേ? എല്ലാവർക്കും അഡ്വാൻസ്ഡ് പെരുന്നാൾ ആശംസകൾ.